ഹായ് എവ്രി വൺ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു സാമ്പിൾ പ്രേസിയാണ്. അതായത് പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ കാണും, എങ്ങനെ നമ്മൾ ഈ പ്രേസിനെ ടാക്കിൾ ചെയ്യും അല്ലേ. അപ്പോൾ പാസേജ് എവിടെ നിന്ന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, എവിടെ നിന്ന് വേണേലും വരാം. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റോറിയൽ, ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ സെഷൻ നിങ്ങളൊന്ന് വായിച്ച് തുടങ്ങുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്നുള്ളത്. കാരണം നമുക്ക് ഇന്നടത്ത് മാത്രമേ വരുള്ളൂ, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് എത്തണമെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാം. ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കാത്തവരാണെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാളം പത്രമല്ല കേട്ടോ, നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഓഫ്കോഴ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ തന്നെ വായിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസ്സോ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത്, അതിപ്പോൾ ഓഫ്ലൈനായിട്ട് വരുത്തുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതല്ല, നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ വീക്കിലി ഒരു 2 ദിവസം മേടിക്കാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഈ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുത്താലും മതി, കുഴപ്പമില്ല. എങ്ങനെയാണേലും അത് വായിച്ച് തുടങ്ങുക. തുടക്കത്തിൽ ചിലപ്പം ഡേ വൺ തൊട്ട് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, എഡിറ്റോറിയൽ വായിച്ച് മനസ്സിലാവത്തില്ല. അപ്പോൾ നമുക്കിനി എന്താണേലും അപ്കമിങ് ആയിട്ട് എഡിറ്റോറിയൽ സെഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ നമ്മളത് അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ ഇൻ കേസ് എഡിറ്റോറിയൽ വലിയ താല്പര്യമില്ലെങ്കിൽ ആദ്യമേ ഇഷ്ടമുള്ള ഏരിയാസൊക്കെ നിങ്ങളൊന്ന് കവർ ചെയ്യൂ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് ആണെങ്കിൽ ആ സ്പോർട്സിൻ്റെ ഒന്ന് വായിച്ച് നോക്കിക്കേ ഇംഗ്ലീഷിൽ. മൂവീസ്, എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കിയേ. അങ്ങനെ പതിയെ ഒരാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഓക്കെ കൊള്ളാം അല്ലേ. അപ്പം നമ്മളും ആ ന്യൂസ് പേപ്പറിൻ്റെ അവരുടെ വേർഡിങ്സ്, അവരുടെ മെത്തേഡ് ഓഫ് സ്റ്റൈൽ, അവരുടെ റൈറ്റിംഗ്, ഇത് നമ്മളും ഒന്ന് യൂസ് ടു ആവും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് പതിയെ എഡിറ്റോറിയലിലോട്ട് പോകണം. ഫുൾ എഡിറ്റോറിയൽ ഒറ്റ സ്ട്രെച്ച് വായിച്ച് തീർക്കാമെന്ന് ആരും എന്താ പറയുക, അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് നിൽക്കണ്ട. ഫുള്ള് ഞാനിന്ന് വായിച്ച് തീർത്തിട്ടേ ഉള്ളൂ, പാടില്ല. നമ്മൾ ചെയ്യേണ്ട എന്താ, നമ്മൾ ഒരു പാരഗ്രാഫ്, ആദ്യം ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ, പിന്നെ അടുത്ത പാരഗ്രാഫ്, അങ്ങനെ. ഇനി എന്തിനാ ഇത് അങ്ങനെ വായിച്ചിട്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ കുറേ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ എഡിറ്റോറിയൽ വായിച്ചാൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ തിങ്കിങ് ആ എഡിറ്റോറിയൽ ലെവലിലാവും. കാരണം കട്ടി കൂടിയ സാധനങ്ങൾ, ഇച്ചിരി കടിച്ചാൽ പൊട്ടാത്ത സാധനങ്ങളൊക്കെ വന്നാലും നമുക്കത് വായിച്ച് നമ്മൾ ടെൻഷൻ ആവത്തില്ല. കാരണം നമ്മൾ ഈ ലെവലാണല്ലോ വായിക്കുന്നത്. അപ്പോൾ അത് രണ്ടിടത്തും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, ബോത്ത് ഫോർ ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്. അപ്പോൾ പ്രേസിക്കകത്ത് ഇങ്ങനെ ഒരു കടുകട്ടി ഒരു പാസേജ് വന്നാൽ നമ്മൾ സിമ്പിളായിട്ട് വായിക്കും, കാരണം നമ്മൾ ഇതിനും അപ്പുറം വായിച്ചിട്ടുണ്ടല്ലോ, മനസ്സിലായോ. അപ്പോൾ അത് പ്രേസിക്ക് ഹെൽപ്ഫുള്ളാവും, ഒരു പോയിന്റ്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ്സേക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ വായിക്കുന്നതോറും നമുക്ക് വിവരം വെക്കുക ചെയ്യുന്നത് അല്ലേ, നോളജാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഒരു 3 മാസത്തെ എഡിറ്റോറിയൽ വായിച്ചാൽ തന്നെ എന്തോരം പോയിന്റ്സ് എസ്സേക്കുള്ളത് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പ്രേസിക്ക് ഉപകാരപ്പെടും. അറ്റ് ദ സെയിം ടൈം നമുക്ക് എസ്സേക്ക് പോയിന്റ്സ് കിട്ടും. റീഡിങ് കോംപ്രിഹെൻഷൻ എങ്ങനെ ഉപകാരപ്പെടുന്നത്, പ്രേസിക്ക് തരുന്ന പാസേജ് പോലെ റീഡിങ് കോംപ്രിഹെൻഷൻ നമുക്ക് പാസേജ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ പാസേജ് ടഫ് ആണെങ്കിലും മോഡറേറ്റ് ആണെങ്കിലും നമ്മൾ അതൊക്കെ മേലെ നമ്മൾ ഒരു പടി മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം പിന്നെ എത്ര സിമ്പിൾ കിട്ടിയാലും കുഴപ്പമില്ല, ടഫ് കിട്ടിയാലും നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ഈ ലെവലൊക്കെ വായിച്ച് കഴിഞ്ഞു. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിന് ഏറ്റവും യൂസ്ഫുൾ ഈ എഡിറ്റോറിയൽ വായിക്കുന്നതാണ്. ഇനി നിങ്ങൾ ചോദിക്കും, ഡിസ്ക്രിപ്റ്റീവ് അതിന് ഒബ്ജക്റ്റീവ് ആദ്യം കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമല്ലോ, അവരുടെ മാത്രമല്ലേ നോക്കത്തുള്ളൂ. ഈ ഒബ്ജക്റ്റീവിനും നമുക്ക് വേണം. എങ്ങനെയാ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന എഡിറ്റോറിയൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതുതായിട്ട് വേറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണ്ട. ഈ പറയുന്ന എഡിറ്റോറിയലിനകത്തത്തെ 2-3 സെൻറ്റൻസസ് വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് പ്രോപ്പറായിട്ട് ഓരോ റൂൾസ് അപ്ലൈ ചെയ്തിട്ടാണ് ആ സെൻറ്റൻസസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും പഠിച്ചുകൂടെ. അപ്പോൾ ഒരു വെടിക്ക് എത്ര പക്ഷികളാണ് അല്ലേ. ഓക്കെ, അപ്പം അത് മാത്രമല്ല, എറർ സ്പോട്ടിംഗ് മാത്രമല്ല, നമുക്ക് ഗ്രാമർ റൂൾസ് മാത്രമല്ല, വൊക്കാബ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മീനിങ്സ് അല്ലെങ്കിൽ ഒരു നമുക്ക് അറിയത്തില്ലാത്ത ഒരു സ്പെല്ലിംഗ്, ഫ്രേസൽ വേർബ്, ഇതൊക്കെ വൊക്കാബുലറി പാർട്ട് നമുക്ക് എഡിറ്റോറിയലിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ എത്ര പ്ലസ് പോയിന്റ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റോറിയൽ സെഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇതിനൊരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കത് തുടങ്ങാം.
ഉടനെ തന്നെ തുടങ്ങുന്നുണ്ട്. നമ്മളൊരു വീക്കിലി ഒരു 2 എഡിറ്റോറിയലൊക്കെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്കും അത് സെറ്റാവും, ആ ഒരു ലെവലിലോട്ട് എത്തും. ഓക്കെ, പിന്നെ നിങ്ങളത് ഡെയിലി ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ടോപ്പിക്, പ്രേസി. അപ്പം നമുക്ക് എങ്ങനെ പ്രേസി സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ദാ ഇത് കണ്ടോ, പ്രേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസേജ് തരും. ആ പാസേജിനെ നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഒന്ന് ചുരുക്കുക. ഇതാണ് നമുക്ക് വേണ്ടത്. പ്രേസി ഒരു വലിയ പാസേജ് തന്നിട്ട് നമ്മൾ അതിനൊന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചുരുക്കും? എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? ദാ ഈ കണ്ടോ, ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. സി, പിന്നെ ഒരു കാര്യം, ഇതുപോലത്തെ എഡിറ്റോറിയൽ സെഷൻ ആയിക്കോട്ടെ, റീഡിങ് കോംപ്രിഹെൻഷൻ, പ്രേസി അല്ലെങ്കിൽ എസ്സേ, നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൻ്റെ ടോപ്പിക്സ് എല്ലാം നമുക്ക് നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് കണ്ടല്ലോ, ഒന്ന് പോസ് ചെയ്തിട്ട് വേണേൽ നോക്കിക്കോ. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഈ പറയുന്ന പോയിന്റ്സ്, ഫസ്റ്റ് വൺ അവസാനമായി പോയി. എന്നാലും നമ്മൾ ഏറ്റവും ആദ്യം പ്രേസിക്ക് ചെയ്യേണ്ടത് ഒരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ പാസേജ് വായിക്കുക. പാസേജ് വായിച്ചിട്ട് നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഇതിനൊരു ടൈറ്റിൽ കൊടുക്കുക. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം ചെയ്യേണ്ടതാണ് ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ശരി. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ലെങ്ത്. നമ്മളിത് ചുരുക്കാൻ പോവാണല്ലോ, നമുക്കത് മാത്രമല്ലേ ആദ്യം അറിയത്തുള്ളൂ. ഒരു വലിയ പാസേജ് തന്നിട്ട് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പോവാം, ചുരുക്കാൻ പോവാം. അപ്പം അങ്ങനെ ചുരുക്കുമ്പം നമ്മൾ 1/3 ആയിട്ട് നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, 1/3 ആയിട്ട്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വലിയ ഫൈനൽ സ്റ്റേജിലെ പ്രേസി അല്ല തരാൻ പോകുന്നത്. ഒരു സാധാ ഒരു പാസേജ് ആദ്യം ചെറുതിൽ നിന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. കാരണം കുറേ പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറുതിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന പാസേജിനെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി ചുരുക്കുക. എത്രയായിട്ട് ചുരുക്കണം? 1/3. അത് പാസേജിനകത്ത് പറഞ്ഞിരിക്കും. ഇത്ര വേർഡ്സ് ഉണ്ട്. 300 വേർഡ്സ് ആണെങ്കിൽ നമ്മളൊരു 100 വേർഡ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. ചുമ്മാ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ അവിടെ ഇവിടെയും പ്രോപ്പർ അല്ലാണ്ട് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് വായിച്ചാൽ മനസ്സിലാവണം. നമുക്കല്ല, ആ എക്സാമിനറിന് വായിച്ചാൽ മനസ്സിലാവണം. ഓക്കെ, അതൊരു പോയിന്റ്. പിന്നെ എല്ലാ മെയിൻ പോയിന്റ്സും എസെൻഷ്യൽ പോയിന്റ്സും കവർ ചെയ്തിരിക്കണം. അല്ലാണ്ട് അതിനകത്ത് മെയിൻ പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ അവിടെ മാർക്ക് പോകും, അത് ഉറപ്പാ. മെയിൻ പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് പോകും. നമ്മളൊരു സിനിമ കണ്ടിട്ട് അതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സോ എല്ലാ പോയിന്റ്സും കവർ ചെയ്തിരിക്കണം, കൊഹറൻ്റ് ആയിരിക്കണം. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു ലോജിക്കൽ സെൻസ് അനുസരിച്ച് ആദ്യം തന്നിരിക്കുന്നത് ആദ്യം, നടുക്ക് അടുത്തത്, പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ്, അങ്ങനെ ആ ഒരു ഓർഡറിൽ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം. അതിനൊരു ലോജിക് സെൻസ് ഉണ്ടാവണം. നമുക്ക് ചുമ്മാ തോന്നില്ല അവിടെ ഇവിടെയൊക്കെ കയറ്റി എഴുതാൻ പാടില്ല. അത് എപ്പോഴും വരുന്ന മിസ്റ്റേക്ക് എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എഴുതി പ്രേസി ചുരുക്കി എഴുതി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും അയ്യോ ഇനി സ്ഥലം ഉണ്ടല്ലോ, ഇതെൻ്റേത് ഇത്ര വേർഡ്സ് ആയില്ലല്ലോ, വീണ്ടും റീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഇൻട്രോയിലെ കുറച്ച് വേർഡ്സ് ആ സെൻറ്റൻസ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു തലയും വാലും ഇല്ലാത്ത പോലെ ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യത്തെ സെൻറ്റൻസ് അതിൻ്റെ ഒരു സമറൈസേഷൻ പോലെ കൊണ്ട് ലാസ്റ്റിൽ കൊണ്ട് എഴുതും. അങ്ങനെ എഴുതിയിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് കൊഹറൻ്റ് ആയിരിക്കണം, പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് തന്നെ എഴുതണം. അതേപോലെ തന്നെ പ്രേസിയിലെ ഡീറ്റെയിൽസും പാസേജ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസും, ഇവിടെ ഡീറ്റെയിൽസ് ഇൻ പ്രേസി മസ്റ്റ് മാച്ച് ദ ഡീറ്റെയിൽസ് ഓഫ് പാസേജ്. ഓക്കെ, പാസേജിലെ ഡീറ്റെയിൽസും പ്രേസിയിലെ ഡീറ്റെയിൽസും മാച്ച് ചെയ്യണം. അല്ലാണ്ട് പ്രേസിയിൽ ഒരു കാര്യം പറയുന്നു, നമ്മൾ വേറൊരു കാര്യം പറയുന്നു, അങ്ങനെയല്ല. അപ്പോൾ പാസേജിൽ എന്ത് തന്നിരിക്കുന്നോ അതിൽ നിന്നൊന്നും കൂട്ടാൻ നിൽക്കരുത്, കൈന്നെടുത്തിടാൻ നിൽക്കരുത്. ആ പാസേജിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ സമ്മറൈസ് ചെയ്യാം നമ്മുടെ ഓൺ വേർഡ്സിൽ.
അത് 1/3 ആയിരിക്കുകയും ചെയ്യണം. പാസേജ് എത്രയാണോ അതിൻ്റെ 1/3 ആയിരിക്കണം നമ്മുടെ പ്രൈസി. അങ്ങനെ ഒരു ചെറിയ സാധനം സമ്മറൈസ് ചെയ്ത് നമ്മളൊരു ടൈറ്റിൽ വിട്ട് എഴുതണം. ഇതാണ് പ്രൈസി. ഓക്കെ, ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ പ്രൈസി എന്ന് പറയുന്നത് നമുക്ക് 20 മാർക്കിനാണ് പ്രൈസി ഉള്ളത്. ഒരു പാസേജ് തരും, നമ്മളതിനെ ചുരുക്കി എഴുതുക. എങ്ങനെ ചുരുക്കണം? 1/3 ആയിട്ട് ചുരുക്കണം. ടൈറ്റിൽ കൊടുക്കണം, ഓഫ് കോഴ്സ് കൊടുക്കണം. പിന്നെ എല്ലാ മെയിൻ പോയിന്റ്സും കവർ ചെയ്യണം, ഒരു ഓർഡറിൽ വരണം, വായിച്ചാൽ മനസ്സിലാവണം. പിന്നെ ടൈറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ കയ്യിലൊന്നും എടുത്തിടാൻ പാടില്ല. ഓക്കെ, പാസേജ് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇതിനകത്തും വരണം. ഓൺ വേർഡ്സ് ആയിരിക്കണം, അത് മെയിനായിട്ട് ശ്രദ്ധിച്ചോണം. സ്വന്തം വാക്കുകളായിരിക്കണം, വെറുതെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തേക്കരുത്. ക്ലിയർ? ഓക്കെ, എന്നാൽ ഒരു ബേസിക് സിമ്പിൾ സാധനം എന്ന് ചെയ്താലോ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധനം. ഓക്കെ, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സാധനം ചെയ്യാൻ പോവാണേ. ഇതാ, നിങ്ങളതൊന്ന് വായിച്ചു നോക്കിക്കേ. ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചാലും ദാറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നിങ്ങൾ വായിച്ചായിട്ട് നമുക്കിത് ഒരുമിച്ച് കൂടെ വായിക്കണേ. ഓക്കെ, ഭയങ്കര സിമ്പിൾ സാധനമാണ്. ഇതിപ്പം വലിയ പാസേജ് ഒന്നുമല്ല, ഒരു ചെറിയ പാസേജ്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനം ചെയ്യാനാണേ. ഓക്കെ, യെസ്. സോ നിങ്ങൾ വായിച്ചു എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. അല്ല, ഇല്ല, ഇതും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതും കൂടെ ഒന്ന് വായിച്ചോളൂ. ടോട്ടലി ഈ തന്നിരിക്കുന്ന 137 വേർഡ്സിൻ്റെ ആണ്. അത് ഓക്കെയാണ്, കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രൈസി നമ്മൾ ഇതിനേക്കാളും കൂടുതൽ എഴുതണം. അത് കുഴപ്പമില്ല. തൽക്കാലം ഈ പാസേജും വായിച്ചല്ലോ. ഇതിപ്പം 137 വേർഡ്സിൻ്റെ പാസേജാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഒരു എത്രയാണ് 140 ആണെങ്കിൽ, ഞാനിപ്പോൾ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് പറയുകയാണേ, 140 ആണെങ്കിൽ അതിൻ്റെ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46. അപ്പോൾ ഒരു 40-നും 50-നും ഇടയ്ക്ക്. ഓക്കെ, ഇത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം കുറേ സ്റ്റുഡൻസിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരെണ്ണത്തിൽ വന്നിരിക്കുക. അപ്പം നിങ്ങൾ ഓർക്ക് അയ്യോ 50 വേർഡ്സ് എഴുതിയാൽ മതിയോ? അല്ല, ഇത് സാമ്പിൾ ഡോസ് മാത്രം. ഓക്കെ, തൽക്കാലം ഇതിപ്പോൾ ഒരു 140 വേർഡ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ 1/3 ഒരു 40-ക്കും 50-ക്കും ഇടയ്ക്ക് നമ്മൾ എഴുതുന്നു. അപ്പോൾ വായിച്ചോളൂ. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ വായിച്ചല്ലോ, ഇനി നമുക്ക് ഒരുമിച്ച് വായിക്കാം. നെൽസൺ ആസ് എ ചൈൽഡ് വാസ് നോട്ട് ഓഫ് എ സ്ട്രോങ് ബോഡി. കുട്ടിയായിരുന്ന നെൽസൺ സ്ട്രോങ് ബോഡി ഒന്നും അല്ലായിരുന്നു. Yet he gave proof of that resolute heart and nobleness of mind which during the whole of his glorious career so eminently distinguished him. കാണാൻ വലിയ സൈസും ഒക്കെ ഉള്ളൊരു കൊച്ചൊന്നും അല്ലായിരുന്നു നെൽസൺ. പക്ഷേ പുള്ളിയുടെ ഒരു ദൃഢമായിട്ടുള്ളൊരു ഹാർട്ട്, നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ളൊരു നല്ലൊരു ഹാർട്ട്, നല്ലൊരു മനസ്സ്, അതേപോലെ തന്നെ നോബിൾനെസ് ഓഫ് മൈൻഡ്, നല്ലത് ചിന്തിക്കുന്നു, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നു. അത് ത്രൂ ഔട്ട് ഹിസ് കരിയർ മറ്റുള്ളവരിൽ നിന്നും എപ്പോഴും വേറിട്ട് നിർത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ ആളുടെ ഹാർട്ടിനെ പറ്റി, മൈൻഡിനെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. ആൾ സ്ട്രോങ് ബോഡി അല്ലെങ്കിൽ പോലും ഇത് ത്രൂ ഔട്ട് ഹിസ് കരിയർ ആളെ എപ്പോഴും മാറ്റി നിർത്തിയിരുന്നു മറ്റുള്ളവരിൽ നിന്നും. ഓക്കെ, പ്ലസ് പോയിന്റ്സാണ് പറയുന്നത്. നെക്സ്റ്റ്, one day he strayed from his grandmother's house in the company of a cowboy. ഒരു ദിവസം എന്ത് ചെയ്തു? നൈസായിട്ട് അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു കൗബോയ്. ഓക്കെ, നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയണല്ലോ അടുത്ത വീട്ടിലെ ഒരു ഇപ്പം പാൽക്കാരൻ പയ്യൻ, ഇന്ന് അങ്ങനെയൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ അടുത്ത വീട്ടിലെ ഒരു പയ്യനുമായിട്ട് ആളങ്ങ് പോയി. ദ ഡിന്നർ അവർ പാസ്റ്റ്. രാത്രി ഫുഡ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു, രാത്രിയായി. He was absent and could not be found. ഫുഡ് കഴിക്കേണ്ട നേരമായിട്ടും ആളെ കണ്ടില്ല. ഓക്കെ,
ദി അലാം ഓഫ് ദ ഫാമിലി ബിക്കെയിം വെരി ഗ്രേറ്റ്. എല്ലാവരും പേടിച്ചുപോയി. ഫോർ ദേ ഫിയർ ദറ്റ് ഹീ മൈറ്റ് ഹാവ് ബീൻ ക്യാരിഡ് ഓഫ് ബൈ ദ ജിപ്സീസ്. രാത്രിയാകുന്നോറും വീട്ടുകാർക്ക് പേടിയെ തുടങ്ങി. കാരണം അവർ പേടിച്ചു, ഇനി വല്ല ജിപ്സീസും മാർവാടികൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ എന്ന്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ഒരു കഥ. ഇനി പരീക്ഷയ്ക്ക് കഥ എക്സ്പെക്റ്റ് ചെയ്യണ്ട കേട്ടോ. ഇത്രയും സിമ്പിൾ സാധനം വരത്തില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബേസിക് ആയിട്ടുള്ള പറഞ്ഞു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് വലിയ വലിയ സാധനങ്ങൾ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ബേസിക് ചെയ്യുന്നത്. എന്നിട്ടോ, അറ്റ് ലെങ്ത് ആഫ്റ്റർ എ ലോങ് സെർച്ച്, കുറേ നേരത്തെ തേട്ടത്തിന് ശേഷം, he was discovered sitting composedly by the side of a brook which he could not get over. കുറേ തപ്പി 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 ആള് എവിടെയാണ്? ഒരു ചെറിയൊരു, നമ്മൾ ഈ തോട് എന്നൊക്കെ പറയില്ലേ, ഒരു തോട്, അരുവി, ലേക്ക്, ഓക്കെ, അങ്ങനത്തെ ഒരിടത്ത് വെള്ളം ഒഴുകുന്ന ഒരു സ്ട്രീം, അതിൻ്റെ സൈഡിൽ ആളിങ്ങനെ ഇരിക്കുക. അപ്പോൾ മുത്തശ്ശി കണ്ടു ആളെ. എന്നിട്ട് പറയാം, I wonder child, said the old lady when she saw him, that hunger and fear did not drive you home. അപ്പം മുത്തശ്ശി പറയാം, എടാ ഇത്രയും രാത്രിയായിട്ട് നിനക്ക് വിശപ്പോ പേടിയോ ഒന്നും ഇല്ലായിരുന്നോ? നിനക്ക് ആ വിശപ്പ് കൊണ്ടെങ്കിലും നിനക്ക് വീട്ടിൽ വന്നുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഇത്രയും രാത്രിയില്ല, അപ്പം നീ പേടിച്ചിട്ടെങ്കിലും നിനക്കൊന്ന് വീട്ടിൽ വന്നുകൂടായിരുന്നോ? ഫിയർ, ഗ്രാൻഡ് മമ്മ, replied the future hero. I never saw fear. What is it? പേടിയോ? അതെന്താ? ഞാൻ ഇതുവരെ പേടി കണ്ടിട്ട് പോലും ഇല്ല. എന്താണ് പേടിയത്? അപ്പം ആ കൊച്ചിങ്ങനെ നെൽസൺ ആ ചെറുപ്രായത്തിൽ, കുഞ്ഞു പിള്ളേർക്ക് ഇത് അറിയത്തില്ലല്ലോ പേടി. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരുന്നു നെൽസൺ. അപ്പോൾ പേടി എന്ന് പറയുന്ന സാധനം ആൾക്ക് ഇല്ല. ഒരിടത്തൂടെ കൂടെ പോയിട്ടില്ലാത്തൊരു സാധനമാണ് ഈ പേടി എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്ക് പേടിയൊന്നും അറിയത്തില്ല. വാട്ട് ഇസ് ഇറ്റ്? അപ്പോൾ നോർമൽ ഒരു കുട്ടിക്ക് ശരിക്കും വിശപ്പും ദാഹവും പേടിയൊക്കെ വന്നാൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെയുമൊക്കെ ആള് തപ്പി പിടിച്ച് വീട്ടിലെത്തും അല്ലേ? നെൽസണിന് പേടിയേ ഇല്ല. ഓക്കെ, സോ ദിസ് ഈസ് അവർ പാസേജ്. ഇതുപോലത്തെ സിമ്പിൾ സ്റ്റോറീസ് വരില്ല, അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു 140 വേർഡ്സ് ഉണ്ട്. അപ്രോക്സിമേറ്റ് 137 എന്നുള്ളത് 140 എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് എത്രയിലോട്ട് മാറ്റണം? ഒരു 46 എന്ന് പറയുന്നതുകൊണ്ട് ഒരു 40, 52 അല്ലെങ്കിൽ 40 to 50 വേർഡ്സിൻ്റെ ഇടയ്ക്ക് നമ്മളിതിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, 40 to 50 വേർഡ്സിൻ്റെ ഒരു പ്രേസി ആയിട്ട് നമ്മളിനി ഫോം ചെയ്യാൻ പോവാം. റെഡി ആണല്ലോ? സിമ്പിൾ സാധനമാണ്. ഞാൻ ഈ സിമ്പിളിൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അപ്പോൾ കുറച്ചുകൂടെയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ചെറുത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പാസേജ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നമുക്ക് പ്രേസി എഴുതാം അല്ലേ? ഓക്കെ, ടൈറ്റിൽ ആദ്യം കൊടുത്തേ. ഇവിടെ നോക്കി എഴുതണ്ട, നിങ്ങൾക്ക് തോന്നുന്നൊരു ടൈറ്റിൽ, ഇത്രയും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ടൈറ്റിൽ, മസ്റ്റായിട്ടൊരു ടൈറ്റിൽ. ഈ ടൈറ്റിൽ ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ടൈറ്റിൽ നെൽസൺ ദ ഫിയർലെസ് ബോയ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യാം, ഏതാണ് പറ്റിയ ടൈറ്റിൽ എന്ന് താഴെ നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യുക. അപ്പം ഡിഫറെൻറ്റ് ടൈറ്റിൽസ് പലർക്കും പല ഐഡിയാസ് കിട്ടുമല്ലോ. എൻ്റെ ടൈറ്റിൽ ഇതാണ്, നെൽസൺ ദ ഫിയർലെസ് ബോയ്. ഇത് നിങ്ങളിപ്പോൾ റെക്കോർഡഡ് ആയിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് നിങ്ങളത് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറയുന്നത്. കോമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക, നെൽസൺ ദ ഫിയർലെസ് ബോയ്. ഇത് തന്നെ വേണം, യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ ബ്രേവ് നെൽസൺ എന്നോ ഇഷ്ടമുള്ള ഒരു ഇത് കൊടുക്കുക, ഒരു ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ മസ്റ്റാണ്, ടൈറ്റിൽ ഇല്ലെങ്കിൽ അവിടെ മാർക്ക് പോകും. ഇനി ഒരു ഫുൾ സെൻറ്റൻസ് ഒന്നും എഴുതാൻ നിന്നേക്കരുത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക, മിസ് ആയാലും ടൈറ്റിൽ എന്ന് പറഞ്ഞല്ലേ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ വേണേൽ പറയാം, നെൽസൺസ് റെസല്യൂട്ട് ഹാർട്ട് ആൻഡ് നോബിൾനെസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് നീട്ടി അങ്ങനെയൊന്നും എഴുതാൻ നിൽക്കരുത്. ഓക്കെ, ഒരു കുഞ്ഞു ടൈറ്റിൽ മതി. അതൊരു 4-5 വേർഡ്സ് മാക്സിമം, അത്രയും മതി. ഒരു വലിയ സെൻറ്റൻസ് ഒന്നും എടുത്ത് ടൈറ്റിൽ ആക്കിയേക്കരുത്. കാരണം ടൈറ്റിലിന് മാർക്കുണ്ട്. ഓക്കെ, ടൈറ്റിൽ മാർക്കല്ലേ? അപ്പോൾ ടൈറ്റിൽ ഇട്ടു. ഇനി ഞാൻ ആദ്യം കുറച്ച് സാധനങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? വലിയ സൈസൊന്നും ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് ആൾ നല്ലതാണ്, അതുകൊണ്ട് കരിയറിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി. ബാക്കി കഥയാണ്, ബാക്കി കഥ നമുക്ക് തന്നെ ഉണ്ടാക്കി എഴുതാവുന്നേ ഉള്ളൂ. അതിനി ഓരോരുത്തരുടെയും ഓൺ വേർഡ്സിൽ നമ്മൾ ആ കഥ ഉണ്ടാക്കി എഴുതുക. അപ്പോൾ ഒരിക്കൽ അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് ആളെ കാണാതെ പോയി, എല്ലാവരും തേടിയിട്ട് കിട്ടിയില്ല. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു സ്ട്രീമിൻ്റെ സൈഡിൽ ആൾ നിൽക്കുന്നുണ്ട്.
അമ്മൂമ്മ വിളിച്ചപ്പോഴത്തേക്കും മോനെ നിനക്ക് പേടിയൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പേടിയോ അതെൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല എന്ന് പറഞ്ഞ് കുഞ്ഞ് നെൽസൺ. അത് നമ്മുടെ ഓൺ വേർഡ്സിൽ ഇനി എഴുതണം. അപ്പം ഇതിൽ നിന്ന് വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല, എല്ലാ മെയിൻ പോയിന്റ്സും വന്നിട്ടുണ്ടല്ലോ. ഇനി അതെൻ്റെ വേർഷനാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. ഇതാ കാണാലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങൾ ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പ്രേസി എഴുതുക. ഇപ്പം നമുക്കിപ്പം ഇതിനകത്ത് മാക്സിമം 50 വേർഡ്സ് ആണല്ലോ. ഇപ്പം നമ്മുടെ മെസ്സേജിൻ്റെ നിങ്ങളത് കോമൻറ്റ് സെക്ഷനായിട്ട് ഇടുമ്പോഴത്തേക്കും എന്താണേലും 50 നമുക്കൊരു ഇതല്ല, 50 വേർഡ്സ് ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പം ചുരുക്കി എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നിങ്ങൾ കോമൻറ്റ് ചെയ്യാം. ഞാനത് റീഡ് ചെയ്യുന്നതായിരിക്കും. കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നോക്കാം. അതല്ല നിങ്ങൾ അതിൽ കൂടുതലാണെങ്കിൽ, കാരണം മെസ്സേജിൻ്റെ കറക്റ്റ് കൗണ്ട് എനിക്കറിയത്തില്ല, നിങ്ങളത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്രയാണ് ലിമിറ്റ് എന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ബുക്കിൽ നിങ്ങൾ ജസ്റ്റ് സാമ്പിളായിട്ടൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിനെ ചുരുക്കി എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇപ്പോഴേ അങ്ങ് എഴുതി നോക്കിക്കാം. അപ്പോൾ ഇത് എക്സാമിന് ഇത്രയും മാത്രം എഴുതിയാൽ പോരാ, നമുക്കവിടെ 300ൻ്റെ ആയിരിക്കും മോസ്റ്റ്ലി തരുന്നത്. അപ്പോൾ 100 എങ്കിലും നമുക്ക് വേണം. ഓക്കെ, 90 to 110 ആ ഒരു ±10 അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമുക്ക് എക്സാമിന് എഴുതേണ്ടത്. ഇത് സാമ്പിൾ മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തരാം. ഒന്നെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതിക്കോളൂ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, ഇങ്ങനെയൊക്കെയാണ്, സമയം ഇത്ര എടുത്തു എന്നൊക്കെ മനസ്സിലാക്കാം. പറ്റുന്നവരുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിലാണെങ്കിലും പറ്റുന്ന രീതിയിലൊന്ന് ചുരുക്കി എഴുതുക. അല്ലെങ്കിൽ 2 മെസ്സേജസ് ആയിട്ട് ഇട്ടാലും ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. ഓക്കെ, 2 കോമൻസ് ആയിട്ട് എഴുതിയാലും ഓക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ടൈറ്റിലും നിങ്ങൾ അതിനകത്ത് കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം പറ്റുന്നവർ എഴുതാം എന്ന് പറ്റുന്നുള്ളവർ 2 കോമൻസ് ആയിട്ട് എഴുതിയാലും മതി. അപ്പോൾ നമ്മുടെ വേർഡ് ലിമിറ്റ് ഓക്കെ ആയിക്കോളും. ഓക്കെ, പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത് ആദ്യം ചെയ്യണം. നെക്സ്റ്റ്, അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില വീഡിയോസ് നമ്മൾ മിസ്സാവും. അത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പം അങ്ങനെ മിസ്സാക്കാതെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ലൈക്കും ചെയ്യാം. അപ്പോൾ എക്സാം ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കത് നോക്കാനും പറ്റും ഈ വീഡിയോ. അപ്പോൾ എൻ്റെ നോക്കിക്കോ. നെൽസൺ ഗേവ് പ്രൂഫ് ഓഫ് ഹിസ് ഫിയർലെസ് ഈവൻ ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. ഫിയർലെസ് വോട്ടെന്നല്ല, നെൽസൺ ഗേവ് പ്രൂഫ് ഓഫ് ഹിസ് ഫിയർലെസ് അത് തന്നെ കൊടുക്കാം. ഫിയർലെസ് എന്താണെന്ന് കൂടെ അങ്ങ് കൊടുത്താൽ മതിയേ. ഫിയർലെസ്, നെൽസൺ ഗേവ് പ്രൂഫ് ഓഫ് ഹിസ് ഫിയർലെസ് നേച്ചർ. അവിടെ എന്താണെന്നുള്ളത് മിസ്സിങ് ആയിരുന്നേ, അതാണ് ആഡ് ചെയ്തത്. ഫിയർലെസ് നേച്ചർ ഈവൻ ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്ത് പോലും ആ ഫിയർലെസ് നേച്ചറിൻ്റെ പ്രൂഫ് ആള് കൊടുത്തു. എന്താണ്? One day he strayed away from his grandmother's house and did not return even at dinner time. At last he was found sitting by a brook. To his grandmother's wonder, how even hunger and fear could not drive him home, he said he had never seen fear and did not know either what it was. ഇതുവരെ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല. കണ്ടോ, ഇതൊരു സാമ്പിൾ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ സ്റ്റോറീസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അതല്ലാണ്ടുള്ള ഇപ്പോൾ ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോ എക്കോണമിക് റെലവൻ്റ് ആയിട്ടുള്ള ഏത് ടോപ്പിക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് നമ്മൾ എസ്സേക്ക് പഠിക്കുന്ന ഓരോ ടോപ്പിക്സും അതിൽ നിന്ന് ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും പ്രേസിക്ക് നമുക്ക് ഒരു പാസേജ് വരാം. ഓക്കെ, അപ്പോൾ ഇന്നതെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും അപ്കമിങ് ആയിട്ട് പല സെഷൻസും കാണും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ഇറ്റ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.